ഹലോ. അപ്പോൾ ഇന്ന് നമുക്കേ മുട്ട ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. 2 ദിവസമായി കുക്കൂസൻ ഉപ്പിലിട്ട മാങ്ങാപ്പാത്രമായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട്. കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ മേടിച്ചുകൊണ്ട് വന്ന കോയിൻ ബിസ്ക്കറ്റ്സിൻ്റെ പിന്നാണിത്. അപ്പോൾ അവനും വേണം അതുപോലത്തെ ബിസ്ക്കറ്റ് ഇപ്പോൾ. അങ്ങനെയാണെങ്കിൽ നമുക്കത് ഉണ്ടാക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര പൊടിച്ച് ചേർക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ നന്നായിട്ട് പൊടിച്ച് എടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം എടുക്കാനായിട്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ബീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ബീറ്ററിൻ്റെയോ മിക്സിയുടെയോ ഒന്നും ആവശ്യമില്ല. ഈ വിസ്ക് ഉപയോഗിച്ച് തന്നെ നമുക്ക് ബീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനായിട്ട് ആദ്യം നമുക്ക് മുട്ട നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വച്ചിരിക്കുന്ന പഞ്ചസാര കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാരയുടെ പൊടികളൊക്കെ നന്നായിട്ട് അതിനകത്ത് അലിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 തുള്ളി വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ചേർത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് 250 ml കപ്പിന് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ചേർക്കണില്ല. 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ ഒരു പ്രാവശ്യം അരിച്ചെടുക്കാം. ബേക്കിംഗ് പൗഡറും സോൾട്ടും എല്ലാം ഒന്ന് മിക്സായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. മുട്ടയിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചായിട്ട് നമുക്ക് മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു സ്പാച്ചുല ഉപയോഗിച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അത്യാവശ്യം നന്നായിട്ട് മിക്സ് ആയി കഴിയുമ്പോൾ ബാക്കി വെച്ചിരിക്കുന്ന മൈദയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലൊരു ലൂസായിട്ടുള്ള ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. ഇനി നമ്മൾ ബാക്കി വെച്ചിരുന്ന മൈദയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ബട്ടർ വേണമെങ്കിലും ചേർക്കാം, നെയ്യ് വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്. ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്യുക. വീണ്ടും ഇതിലേക്ക് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. ഇനി എങ്ങാനും ഒരുപാട് ഹാർഡായിട്ട് തോന്നുവാണ് എന്നുണ്ടെങ്കിൽ മുട്ട സെപ്പറേറ്റായിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്യുകയേ ചെയ്യാവുള്ളൂ. സാധാരണ മുട്ട ബിസ്ക്കറ്റ് യെല്ലോ കളറിലാണല്ലോ. അപ്പോൾ
അപ്പം അതിന് വേണ്ടിയിട്ട് ചെറിയ കളറ് കിട്ടാനും വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ബാക്കി വെച്ചിരുന്ന ഓയിലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ബാറ്റർ ഏകദേശം ഈ ഒരു പരുവത്തിൽ വേണം കിട്ടാനും വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാടങ്ങ് ലൂസായി പോകാനും പാടില്ല, ഒരുപാട് ടൈറ്റും ആവാൻ പാടില്ല. അല്ലെങ്കിൽ ലൂസായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ പരന്നു പോകും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ബാറ്റർ കിട്ടാനായിട്ട്. അത്യാവശ്യം ടൈറ്റുമാണ്, എന്നാൽ ഒരുപാടൊന്നും ലൂസും ആയിട്ടില്ല. ഇനി നമുക്ക് ഈ ബാറ്ററിനെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഉണ്ടായിരുന്നില്ല, അത് കാരണം ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ അത്യാവശ്യം കട്ടിയൊക്കെയുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റ് ഉണ്ടായിരുന്നു. അതിനെ ഞാൻ പൈപ്പിംഗ് ബാഗിൻ്റെ ഷേപ്പിലേക്ക് ആക്കി എടുത്തിരിക്കുന്നതാണിത്. ഇതുപോലത്തെ തന്നെ കട്ടിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വേണമെന്നൊന്നുമില്ല. നമ്മുടെ കയ്യിൽ ചെറിയ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതും ഈ ഒരു ഷേപ്പിലാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ അറ്റം കണ്ടിച്ചെടുത്താലും മതിയാവും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ദോശക്കല്ലിൻ്റെ പുറത്ത് കുറച്ച് ഓയിലൊക്കെ തേച്ച് അതിൻ്റെ പുറത്ത് പേപ്പറൊക്കെ വെച്ച് അതിലും കുറച്ച് ഓയിലൊക്കെ തേച്ചതിന് ശേഷം വെച്ചിരിക്കുന്നതാണിത്. ഇനി നമുക്ക് ഈ ബാറ്റർ ചെറിയ ചെറിയ കോയിൻസിൻ്റെ വലുപ്പത്തിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്തിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി, അപ്പോഴത്തേക്കും ആ ഷേപ്പിൽ കിട്ടിക്കോളും. വലുപ്പമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ മുഴുവനും ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ മറ്റൊരു ദോശക്കല്ല് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് നമുക്ക് ഈ ദോശക്കല്ല് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു ഏകദേശം 20 മിനിറ്റെങ്കിലും വേണ്ടി വരും ഒന്ന് കുക്കായി വരാനായിട്ട്. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം കുക്കായിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ചെറുതായിട്ടൊന്ന് അടർത്തി നോക്കുമ്പോൾ വിട്ടു വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് കുക്കായി എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്ത് നോക്കിയപ്പം അത് ഈസി ആയിട്ട് അടർന്ന് കിട്ടി. ഇനിയൊന്ന് നമുക്ക് പൊട്ടിച്ച് നോക്കാം. അകമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഇച്ചിരി സോഫ്റ്റായിട്ടാണ് തോന്നുന്നത്, പക്ഷേ കുറച്ച് തണുത്തതിന് ശേഷം ഇത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഞാൻ ഒരുപാട് മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി മഞ്ഞ കളറിലല്ല ഈ ബിസ്ക്കറ്റ്സ് കിട്ടിയിരിക്കുന്നത്. സാധാരണ കോയിൻ ബിസ്ക്കറ്റുകൾ മഞ്ഞ കളറിലാണല്ലോ, അപ്പോൾ അത്രയും കളറൊന്നുമില്ല. എന്നാലും ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല, സൂപ്പറാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി അടർത്തിയെടുക്കാം. തണുക്കാനൊന്നും ഇവിടെ സമയം കിട്ടിയില്ല, അതിന് മുന്നേ തന്നെ മക്കൾക്ക് കൊടുത്തു, അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ബൈ ബൈ.